ഹാരിയസ് വെൽക്കം ബാക്ക് ടു മാർക്കനെക്സിന്റെ എല്ലാ മക്കൾക്കും മാർക്കനെക്സിന്റെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് വെൽക്കം. ഓക്കെ, സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ SSLC മക്കൾക്ക് വേണ്ടി നമ്മുടെ SSLCന്റെ ക്രിസ്മസ് എക്സാമിന് ഫിസിക്സിന് ആവശ്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് കോൺവെക്സ് ലെൻസ്, അല്ലെ? അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ നമ്മൾ കോൺവെക്സ് ലെൻസിലെ ഇമേജ് ഫോർമേഷൻ നമുക്കൊന്ന് വരയ്ക്കണം, അല്ലെങ്കിൽ പ്രതിബിംബ രൂപീകരണം നമുക്ക് എന്ത് ചെയ്യാണ്ട് വരയ്ക്കാനുണ്ട്. ഓക്കെ, സോ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ റേ ഡയഗ്രാം അല്ലെങ്കിൽ പ്രതിബിംബ രൂപീകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോൺവെക്സ് ലെൻസിലെ പ്രതിബിംബ രൂപീകരണം അഥവാ ഇമേജ് ഫോർമേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്, അല്ലെ? ഓരോ പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഇമേജ് ഫോർമേഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് നോക്കിക്കേ, ബിയോണ്ട് 2F, അല്ലെ? ബിയോണ്ട് 2F അല്ലെ? സോ എന്താണ് 2F നോക്കാം നമുക്ക്, അല്ലെ? സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒപ്റ്റിക് സെന്റർ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒപ്റ്റിക് സെന്റർ അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഒപ്റ്റിക് സെന്റർ ആണ് P എന്ന് മാർക്ക് ചെയ്യാം. ആൻഡ് ഇതാണ് നമ്മുടെ എന്ത് 2F അല്ലെങ്കിൽ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. ആൻഡ് മിഡിൽ ആരുണ്ട്, നമ്മുടെ F ഉണ്ട്. ഓക്കെ, ഇതേ സൈഡിൽ എനിക്ക് എന്ത് മാർക്ക് ചെയ്യാം, 2F അതേപോലെ തന്നെ എന്ത് മാർക്ക് ചെയ്യാം, F എനിക്ക് അവിടെ മാർക്ക് ചെയ്യാൻ സാധിക്കും. സോ 2F F റെഡി അല്ലേ? സോ പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് നീട്ടി അങ്ങോട്ടേക്ക് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കുന്ന ഫിഗർ എന്ത് ചെയ്യും, ഒരുപാട് മുകളിലേക്ക് പോവാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചുരുക്കി എടുക്കാൻ സാധിക്കും. സോ 2F F ഞാൻ എന്താ എഗൈൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. റെഡി? സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ഒബ്ജക്റ്റ് നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്, ബിയോണ്ട് 2F അല്ലേ? സോ ബിയോണ്ട് 2F ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ബിയോണ്ട് 2F ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുക. ഓക്കെ, അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ആദ്യത്തെ റിഫ്രാക്ഷൻ വരയ്ക്കാൻ പോവാണ്. അപവർത്തനമാണ് സംഭവിക്കുന്നത്, അല്ലെ? സോ ആദ്യത്തെ അപവർത്തനം സംഭവിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ റിഫ്രാക്ഷൻ സംഭവിക്കുകയാണ്. അതെങ്ങനെ എടുക്കണം, നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് അല്ലെങ്കിൽ മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് എടുക്കുക. സോ ഫസ്റ്റ് ഇങ്ങനെ പോകുന്നു, മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പോകുന്നു. സോ നിങ്ങൾക്കറിയാം, മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ടാണ് ആൾ പോകുന്നതെങ്കിൽ, മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ടാണ് ആൾ പോകുന്നതെങ്കിൽ ആൾ എങ്ങോട്ടേക്കാണ് റിഫ്രാക്ട് ചെയ്യുക, ആൾ അപവർത്തനം സംഭവിച്ച് എങ്ങോട്ടേക്കാണ് പോകുന്നത് നമുക്കറിയാലോ, ടുവേർഡ്സ് ഫോക്കസ്, അല്ലെ? ഫോക്കസിലൂടെ എന്ത് ചെയ്യും, അത് കടന്നു പോയിരിക്കും, കടന്നു പോകണം. ഓക്കെ, ഇങ്ങനെ എന്ത് ചെയ്യും, നമ്മുടെ ആ ലൈറ്റ് റേ അവിടുന്ന് പാസ് ചെയ്യും. റെഡി ആണല്ലോ? യെസ്, റെഡി ആണ്, സെറ്റ് ആണ്. ഇനി അടുത്ത ലൈറ്റർ നേരെ നിങ്ങൾ വരയ്ക്കാൻ പോകുന്നത് ഈ ഒപ്റ്റിക് സെന്ററിലേക്കാണ്. സോ അടുത്ത ലൈറ്റർ എന്ത് ചെയ്യുക, നേരെ നമ്മുടെ ഒബ്ജക്റ്റിൽ നിന്ന് നേരെ എന്ത് ചെയ്യുക, ഒപ്റ്റിക് സെന്ററിലൂടെ നേരെ കടന്നു പോകാം. നമുക്കറിയാം, ഒപ്റ്റിക് സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ പാസ് ചെയ്യും, അതേ പാത്തിൽ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. സോ എപ്പോഴേയും നിൽക്കൂല, അതേ പാത്തിൽ എന്ത് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി അല്ലേ? സോ നമുക്ക് എന്ത് കിട്ടി, ആ നമ്മളുടെ രണ്ട് റിഫ്രാക്റ്റഡ് റേസും, അല്ലെ? അപവർത്തനം സംഭവിച്ച ഈ രണ്ട് റേകളും എവിടെ കൂട്ടിമുട്ടി, ഈ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടി. അങ്ങനെയാണെങ്കിൽ അവിടെ ആയിരിക്കും നമ്മളുടെ എന്ത് വരിക, നമ്മളുടെ ഇമേജ് വരിക. സോ ആ ഇമേജ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വരയ്ക്കാം. നോക്കിയേ, ഇമേജ് ഞാൻ ഇവിടെ വരച്ചു. റെഡി ആണല്ലോ? സോ ഇമേജ് ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്. റെഡി ആണെന്ന് വിശ്വസിക്കുന്നു. യെസ്, ഓക്കെ, ഇമേജ് ഞാൻ അവിടെ വരച്ചു. റെഡി അല്ലേ? നേരല്ലേ? സെറ്റ് അല്ലേ? യെസ്, ഇമേജ് ഞാൻ വരച്ചിട്ട് നേരെ നിങ്ങൾ വരയ്ക്കണം കേട്ടോ. ഓക്കെ, നേരെ വരച്ചോളൂ. ഓക്കെ, നേരെ വരച്ചു. ഓക്കെ, റെഡി, പെർഫെക്റ്റ്. യെസ്, ഓക്കെ, റെഡി അല്ലേ? സോ ഇവിടെ നമുക്ക് കിട്ടിപ്പോ ബിയോണ്ട് 2F വെച്ചോ ബിറ്റ്വീൻ F ആൻഡ് 2F കിട്ടി, അല്ലെ? എന്തൊക്കെയാണ് അവിടുത്തെ പ്രത്യേകത, അല്ലെ? എന്തൊക്കെയാണ് അവിടുത്തെ പ്രത്യേകത? അത് എന്ത് ഇമേജ് ആണ്? റിയൽ ഇമേജ് ആണ്. ഏത് ഇമേജ് ആണ്? റിയൽ ആണ്. എല്ലാ റിയൽ ഇമേജും എപ്പോഴും എന്തായിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. എല്ലാ യഥാർത്ഥ പ്രതിബിംബവും തല കീഴായതായിരിക്കും. സോ റിയൽ ആണ്. സോ നമുക്ക് എന്ത് പറയാം, ഇൻവേർട്ടഡ്, അല്ലെ? ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, തല കീഴായതാണ്. റെഡി അല്ലെ? തല കീഴായതാണ്. റെഡി അല്ലേ? സോ റിയൽ വന്നു, ഇൻവേർട്ടഡ് വന്നു. ആൻഡ് സൈസ് നോക്കിക്കേ, നമ്മൾ വെച്ചത് അത്യാവശ്യം വലുതാണ്, അല്ലെ? പക്ഷെ കിട്ടിയ എന്താണ്, ചെറുതാണ്. സോ നമുക്ക് എന്ത് പറയാം, ഡിമിനിഷ്ഡ് ഇമേജ് ആണ് നമുക്ക് ഫോം ചെയ്തത്, അല്ലെങ്കിൽ ചെറിയ പ്രതിബിംബമാണ് അവിടെ ഫോം ചെയ്തത് നമുക്ക് പറയാൻ സാധിക്കും. സോ ഡിമിനിഷ്ഡ് എന്ന് പറയാം. സോ ഈ 3 പോയിന്റ് ആണ് ഇവിടെ നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത്. അപ്പൊ അത് കഴിഞ്ഞു. ഓക്കെ, നേരെ നമ്മൾ പോകുന്നു അടുത്തയിലേക്കാണ്. അടുത്തത് എന്താണ്, അറ്റ് 2F. 2F നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒബ്ജക്റ്റിനെ വെക്കാൻ പോകുന്നത്. സോ ഒപ്റ്റിക് സെന്റർ മാർക്ക് ചെയ്യാണ്. 2F ഞാൻ മാർക്ക് ചെയ്തു. സോ 2F C എന്ന് വിളിച്ചുകൊണ്ട്, സോ 2F മാർക്ക് ചെയ്താൽ മതി, കാരണം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ 2F തന്നെയാണുള്ളത്. സോ 2F തന്നെ മാർക്ക് ചെയ്യുക. അത് നമ്മൾ എന്തുകൂടെ വിളിക്കുന്ന ആലോചിച്ച് നോക്കുക, സെന്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ വക്രതാ കേന്ദ്രം C എന്ന് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാൻ സാധിക്കും. റെഡി അല്ലേ? ഇനി നമ്മൾ ഒബ്ജക്റ്റിനെ എവിടെയാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്, അറ്റ് 2F ആണ്, അല്ലെ? സോ 2F നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. സോ 2F സാറേ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, സോ 2F നമുക്ക് എന്ത് ചെയ്യാം, പ്ലേസ് ചെയ്യാം. യെസ്, 2F ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്,
ഒരു ഒബ്ജക്റ്റിനെ ഞാൻ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, 2F ഞാൻ പ്ലേസ് ചെയ്തു. സോ പ്ലേസ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, നേരെ അതിന്റെ എന്ത് ചെയ്യാം, റിഫ്രാക്ഷൻ അപവർത്തനം എങ്ങനെയാണ് സംഭവിക്കാൻ നോക്കുക അല്ലെ. സോ ഫസ്റ്റ് റിഫ്രാക്ഷൻ, ഒന്നാമത്തെ അപവർത്തനം എങ്ങനെ എടുക്കുക, പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സ്, അല്ലെങ്കിൽ മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എടുക്കണം. മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. സോ മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് വന്ന ലൈറ്റ് റേ എന്ത് ചെയ്യും, നേരെ അത് എങ്ങോട്ടേക്കാ പാസ് ചെയ്യുക, ഫോക്കസിലൂടെ എന്ത് ചെയ്യും, പാസ് ചെയ്താൽ ഇങ്ങനെ ദൂരേക്ക് പോകും. പോവല്ലോ. അടുത്ത് നമ്മൾ എങ്ങനെ വരയ്ക്കുക, നേരെ ഒപ്റ്റിക് സെന്ററിലൂടെ വരയ്ക്കുക. സോ നേരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒപ്റ്റിക് സെന്ററിലേക്ക് വരച്ചിട്ടുണ്ട്. സോ ഒപ്റ്റിക് സെന്റർ അല്ലെ. സോ അതെന്ത് ചെയ്യും, നേരെ ഇതേപോലെ തന്നെ പോയി 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 ഇതാ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും, അത് ഇന്റർസെക്ട് ചെയ്യും. ഓക്കെ, ഏകദേശം ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും, ഇന്റർസെക്ട് ചെയ്യും. ഓക്കെ അല്ലെ. സോ ഇതാണ് നമ്മളുടെ എന്ത്, രണ്ട് റിഫ്രാക്റ്റഡ് റേ അല്ലെ, പോയ രണ്ട് റിഫ്രാക്റ്റഡ് റേ അവിടെ വരച്ചിട്ടുണ്ട്. ഈ രണ്ട് റിഫ്രാക്റ്റഡ് റേയും ഏകദേശം കൂട്ടിമുട്ടുന്നു. ആലോചിക്കണം, ഏകദേശം കൂട്ടിമുട്ടുന്നതാണ്. സോ നമുക്ക് എന്ത് ചെയ്യണം, ചെറുതായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് അറിയാം, അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. യെസ് യെസ്. ഓക്കെ, ഒന്നുകൂടി ഞാൻ വരയ്ക്കുകയാണ്. ഓക്കെ, ഏകദേശം. ഓക്കെ, ആ മുകളിൽ കുറച്ച് വിട്ടുപോയിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല. ഓക്കെ, ഇതാ ഇവിടെ ഏകദേശം കിട്ടിയിട്ടുണ്ട് അല്ലെ, റെഡി അല്ലേ. സോ ഒന്നുകൂടി ഞാൻ വരയ്ക്കുകയാണ്. ഇതാ ഇവിടെ ഞാൻ അല്ലെ രണ്ട് റിഫ്രാക്റ്റഡ് റേ അല്ലെങ്കിൽ അപവർത്തനം സംഭവിച്ച രണ്ട് രശ്മികൾ ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, അവര് കൂട്ടിമുട്ടുന്ന പോയിന്റ് നോക്കിയതാ, ഇവിടെയാണ് അവർ കൂട്ടിമുട്ടുന്നത് അല്ലെ. നേരെ എന്ത് ചെയ്യാ, താഴേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രതിബിംബം വരയ്ക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ പ്രതിബിംബം എന്താ ഇങ്ങനെ ഇരിക്കില്ലേ, നോക്കിയതാ, ഇതല്ലേ ആ പ്രതിബിംബം. റെഡി അല്ലേ. അപ്പൊ എവിടെ തന്നെയാണ് എനിക്ക് ആ പ്രതിബിംബം കിട്ടിയിട്ടുള്ളത്, എവിടെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്, 2F വെച്ച സമയത്ത് 2F തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി പ്രത്യേകത നോക്കണ്ടേ, എന്താണ്, റിയൽ ആണ് അല്ലെങ്കിൽ യഥാർത്ഥ പ്രതിബിംബമാണ് ഒന്നാമത്തത്. യഥാർത്ഥമാണെങ്കിൽ ആളെന്തായിരിക്കും, തല കീഴായതായിരിക്കും അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ആയിരിക്കും. ഇൻവേർട്ടഡ് അല്ലെങ്കിൽ തല കീഴായത്. മലയാളത്തിൽ ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യാം, മലയാളം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. സോ അങ്ങനെ മതിയാവുന്ന വിചാരിക്കുകയാണ്. സോ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം പോകും. നമുക്ക് എന്ത് ചെയ്യണം, ചെറിയ സമയം കൊണ്ട് എല്ലാം നമുക്ക് എഴുതി കാണിക്കണം അല്ലെങ്കിൽ വരച്ചു കാണിക്കണം. ഓക്കെ, സോ റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, യഥാർത്ഥമാണ്, അതേപോലത്തെ തല കീഴായതാണ്. ആൻഡ് ഇവിടെ സൈസ് നോക്കിക്കേ, വലുപ്പം എന്താണ്, വെച്ച അതേ വലുപ്പത്തിലല്ലേ നമുക്ക് എന്ത് കിട്ടിയത്, ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബം കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് എന്ത് പറയാം, സെയിം സൈസ് എന്ന് പറയാം. ഓക്കെ അല്ലേ. സോ സെയിം സൈസ് ആണ് അവിടെ വന്നിട്ടുള്ളത്. റെഡി ആണല്ലോ. സോ അതും നമ്മൾ വരച്ചു കഴിഞ്ഞു. നേരെ നമ്മൾ പോകുന്ന അടുത്തേക്കാണ്. എവിടെയാണ്, ബിറ്റ്വീൻ F ആൻഡ് 2F ആണ് അല്ലെ. സോ ഇനീഷ്യലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം ചെയ്യാം. വസ്തു എവിടെയാണത്, 2F-നും F-നും ഇടയിലാണ്. സോ ഒപ്റ്റിക് സെന്റർ മാർക്ക് ചെയ്തു, 2F ഞാൻ മാർക്ക് ചെയ്തു, സെൻട്രൽ F ഉണ്ട്. അതേപോലെ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, 2F മാർക്ക് ചെയ്തു, സെൻട്രൽ ആരുണ്ട്, F ഉണ്ട്, നമുക്ക് പറയാം. ഓക്കെ, ഇനി എവിടെയാണ് നമ്മളുടെ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നത് ഗായ്സ്, എവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നത്, ദാ ഇവിടെയാണ്. തല കീഴായിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. സോ ഇവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, റെഡി. സോ ബിറ്റ്വീൻ F ആൻഡ് 2F ആണ് ഗൈസ്. ഓക്കെ, സോ നേരെ എന്ത് ചെയ്യാം, ഒന്നാമത്തെ റിഫ്രാക്ഷൻ, ആദ്യത്തെ അപവർത്തനം സമാന്തരമായിട്ട്, ആർക്ക് സമാന്തരമായിട്ട്, പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായിട്ട് പോയി. റെഡി അല്ലേ, അല്ലെങ്കിൽ മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പോയി. ആൾ എങ്ങോട്ട് പാസ് ചെയ്യും, നേരെ ഫോക്കസിലൂടെ പാസ് ചെയ്താൽ ഇങ്ങനെ പാസ് ചെയ്തു പോകും. റെഡി ആണല്ലോ. അടുത്ത നിങ്ങൾ എങ്ങോട്ടേക്ക് വരയ്ക്കാന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോട്. നേരെ എന്ത് ചെയ്യുക, ഒപ്റ്റിക് സെന്ററിലൂടെ വരയ്ക്കുക. നേരെ ഒപ്റ്റിക് സെന്ററിലൂടെ ആൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒപ്റ്റിക് സെന്ററിലൂടെ പോകുന്നുണ്ട് ആൾ. സോ ഒപ്റ്റിക് സെന്ററിലൂടെ പോയതാ ഇവിടെ കൂട്ടിമുട്ടി. റെഡി ആണല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് നമ്മളുടെ രണ്ട് എന്ത് അപവർത്തനം സംഭവിച്ച അല്ലെങ്കിൽ റിഫ്രാക്ഷൻ സംഭവിച്ച റേ അല്ലെ. എവിടെ കൂട്ടിമുട്ടി, ഇവിടെ അല്ലേ, അവിടെ ആയിരിക്കും നമ്മുടെ എന്തുണ്ടാവുക, ഇമേജ് ഫോം ചെയ്യുക. ആ ഇമേജ് നമുക്ക് എന്ത് ചെയ്യാം, നേരെ താഴേക്ക് വരയ്ക്കാലോ. കാരണം താഴെയല്ലേ ആ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് വന്നത് അല്ലെ. സോ താഴേക്ക് വരയ്ക്കാലോ എനിക്ക്. യെസ്, താഴേക്ക് എന്താ വരച്ചിട്ടുണ്ട്. റെഡി അല്ലേ. സോ എവിടെ നമുക്ക് ഇവിടെ കിട്ടിയത്, ബിറ്റ്വീൻ 2F അല്ലെ, ബിറ്റ്വീൻ 2F ആൻഡ് F വെച്ച സമയത്ത് അല്ലെങ്കിൽ 2F-നും F-നും ഇടയിൽ വെച്ച സമയത്ത് എനിക്ക് ഇവിടെ കിട്ടി ബിയോണ്ട് 2F. 2F-ന് അപ്പുറത്താണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്ത്, പ്രതിബിംബം. ഓക്കെ അല്ലെ. അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കിക്കേ, എന്തൊക്കെയാണ് ഇവിടെ പ്രത്യേകത പറയാൻ പറ്റുക, റിയൽ ആണ് അല്ലെ, റിയൽ ആണ് അല്ലെങ്കിൽ യഥാർത്ഥ പ്രതിബിംബമാണ്. അതേപോലെ ഇൻവേർട്ടഡ് ആണ് അല്ലെങ്കിൽ തല കീഴായതാണ്, ആൻഡ് ഫൈനലി നോക്കിക്കേ നിങ്ങൾ ഇവിടെ വെച്ചത് ചെറിയ ഒബ്ജക്റ്റ് ആണ്, കിട്ടിയത് വലിയ ഇമേജ് ആണ്. വെച്ച വസ്തു ചെറുതാണ്, കിട്ടിയ പ്രതിബിംബം എന്താണ്, വലുതാണ്. സോ വലിയ പ്രതിബിംബം എങ്ങനെ പറയാം, നമുക്ക് എൻലാർജ്ഡ് ഇമേജ് എന്ന് പറയാം അല്ലെ. എൻലാർജ്ഡ് അല്ലെങ്കിൽ വലിയ പ്രതിബിംബമാണ് അവിടെ ഉണ്ടായത്.
റെഡി ആണല്ലോ? അപ്പൊ അതും നമ്മൾ കഴിഞ്ഞു. ആൻഡ് അടുത്ത കേസിൽ നമ്മൾ പോവാണ്. അടുത്ത കേസ് എന്താണ്? അറ്റ് എഫ് ആണ്. വസ്തു എവിടെയാണുള്ളത്? എഫിലാണുള്ളത് അല്ലെ? സോ നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ ഞാൻ അവിടെ പറയാൻ പോവാണ്. ഒപ്റ്റിക് സെന്റർ ഉണ്ട് ഇവിടെ, അതേപോലെ 2F ഞാൻ മാർക്ക് ചെയ്തു, എഫ് ഞാൻ മാർക്ക് ചെയ്തു, അതേപോലെ ഇവിടെ എന്ത് മാർക്ക് ചെയ്യാം? 2F മാർക്ക് ചെയ്യാം, ഇവിടെ എന്ത് മാർക്ക് ചെയ്യാം? എഫും മാർക്ക് ചെയ്യാം. ഓക്കെ, സോ അത് കുറച്ച് അടുത്ത് പോയ പോലെ ഫീൽ ചെയ്യുന്നു. കുറച്ച് വിട്ട് വരയ്ക്കാം, നമുക്ക് കുറച്ച് അടുത്ത് പോയ പോലെ ഫീൽ ചെയ്യാണ്. സോ കുറച്ച് വിട്ട് വരയ്ക്കുന്നുണ്ട്. സോ 2F ദാ ഇവിടെയുണ്ട്, എഫ് ദാ ഇവിടെയുണ്ട്. ഏകദേശം ഓക്കെ രണ്ട് സൈഡ് അല്ലെ? ഇനി നമ്മൾ എവിടെയാണ് നമ്മുടെ ഒബ്ജക്റ്റിനെ വെക്കാൻ പോകുന്നത്? എവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കാൻ പോകുന്നത്? അറ്റ് എഫിൽ അല്ലേ? സോ അറ്റ് എഫിൽ സാറിത ഒരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ റിഫ്രാക്ഷൻ, ആദ്യത്തെ അപവർത്തനം സമാന്തരമായിട്ട്, മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് വരച്ചു. അത് എങ്ങോട്ടേക്ക് പാസ് ചെയ്യും? നേരെ നമ്മളുടെ ഫോക്കസിലൂടെ. അയ്യോ, നേരെ നമ്മുടെ ഫോക്കസിലൂടെ പാസ് ചെയ്യും. ഇങ്ങോട്ടെ, യെസ് യെസ്, നേരെ എന്ത് ചെയ്യും? ഇത് പിന്നെ പോയാ അങ്ങനെ പറ്റും. ഓക്കെ, ഇയാളെ നേരെ നമ്മുടെ ഫോക്കസിലൂടെ പാസ് ചെയ്താൽ ഇങ്ങനെ പാസ് ചെയ്യും അല്ലെ? ഇങ്ങനെ പാസ് ചെയ്ത് പോയി. അടുത്ത് എങ്ങോട്ട് വരയ്ക്കാം? നേരെ ഒപ്റ്റിക് സെന്ററിലൂടെ അല്ലേ? അടുത്ത് നേരെ ഒപ്റ്റിക് സെന്ററിലൂടെ വരയ്ക്കാം നമുക്ക്. സോ നേരെ ഒപ്റ്റിക് സെന്ററിലൂടെ വരച്ചു. ഓക്കെ, ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യെസ്, ആ ഫോക്കസ് നമ്മൾ എടുത്ത കറക്റ്റ് ഡിസ്റ്റൻസിലല്ലോ അല്ലെ? സോ നമുക്ക് എന്ത് ചെയ്യാം? ചെറിയ വേണമെങ്കിൽ ഒന്ന് വേരിയേഷൻ കാണിച്ചു തരാം. എങ്ങനെ വരയ്ക്കണം എന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് എന്ത് ചെയ്യാൻ അറിയും? ഇയാളൊന്ന് മുന്നോട്ടേക്ക് വരച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഓക്കെ, ഈ ഒരു ഒബ്ജക്റ്റിന് എന്ത് ചെയ്താൽ മതി? നിങ്ങൾ മുന്നോട്ടേക്ക് പ്ലേസ് ചെയ്താൽ മതി. കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കണം എന്നും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കാരണം നമ്മൾ കറക്റ്റ് മെഷർമെന്റിലല്ല എടുക്കുന്നത്. സോ എന്ത് ചെയ്യുക? ഇയാൾ കുറച്ച് ഞാൻ മുന്നോട്ടേക്ക് വരയ്ക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് മുന്നോട്ടേക്ക് ഞാൻ പ്ലേസ് ചെയ്യാണ്. സോ കുറച്ച് മുന്നോട്ട് ഞാൻ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അറ്റ് എഫിൽ നമ്മൾ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലായി. ഓക്കെ, നേരെ എന്ത് ചെയ്യുക? നമ്മൾ ഫസ്റ്റ് റിഫ്രാക്ഷൻ ഞാൻ പറഞ്ഞു, ആദ്യത്തെ അപവർത്തനം സമാന്തരമായിട്ടാണ്. അതെങ്ങോട്ട് പാസ് ചെയ്യും? നമുക്കറിയാം, നേരെ നമ്മളുടെ ഫോക്കസിലൂടെ പാസ് ചെയ്താൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകും. അല്ലേ? അടുത്ത നിങ്ങൾ എങ്ങോട്ട് എടുക്കണം? ഞാൻ പറഞ്ഞു നേരെ ഒപ്റ്റിക് സെന്ററിലേക്ക് അല്ലേ? സോ നേരെ ഒപ്റ്റിക് സെന്ററിലേക്കാണ്. സോ ഈ റൈറ്റർ എന്ത് ചെയ്യാണ്? നേരെ സമാന്തരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇയാൾ ഇങ്ങോട്ടേക്ക് സമാന്തരമായിട്ട് പാരലൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. സോ എവിടെയും ടച്ച് ചെയ്യാൻ പോകും, അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലെ? സോ അങ്ങനെ പോയി 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ഇമേജ് ഇങ്ങനെ താഴേക്ക് 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 പോയിക്കൊണ്ടിരിക്കുക അല്ലെ? ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇമേജ് എവിടെയാണ് ഉണ്ടായത്? ഇൻഫിനിറ്റി. പ്രതിബിംബം എവിടെയാണ് ഉണ്ടായത്? അനന്തതയിലാണ് പ്രതിബിംബം ഉണ്ടായത്. എപ്പോ? അറ്റ് എഫിൽ വെച്ച സമയത്ത്. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള പ്രത്യേകത നിങ്ങൾ അറിയണം. ഇവിടെ ഉണ്ടാവുന്ന ഇമേജിന്റെ പ്രത്യേകത എന്തൊക്കെയായിരിക്കും? റിയൽ ആണ്, അല്ലെങ്കിൽ യഥാർത്ഥമാണ്. റെഡി അല്ലേ? എല്ലാ റിയലും എന്തായിരിക്കും? നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം, അതെന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. സോ എല്ലാം ഇൻവേർട്ടഡ് ആയിരിക്കും. ആൻഡ് ഇൻവേർട്ടഡ് തല കീഴായതാണ്. സോ എല്ലാം എന്താണ്? ഇൻവേർട്ടഡ് ആണ്, തല കീഴായതാണ്. ആൻഡ് സൈസ് നോക്കിക്കേ, താഴേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അതിങ്ങനെ കൂടി 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 വരിക അല്ലെ? കൂടി 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 വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഹൈലി എൻലാർജ്ഡ് എന്ന് പറയാം. ഹൈലി എൻലാർജ്ഡ്, ഹൈലി എൻലാർജ്ഡ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. അല്ലെങ്കിൽ വളരെ വലിയ പ്രതിബിംബമാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ പറയാൻ സാധിക്കും. റെഡി അല്ലെ? ഹൈലി എൻലാർജ്ഡ് ആണ്, അല്ലെങ്കിൽ വളരെ വലുതാണ്. റെഡി? അപ്പൊ നമ്മൾ അതും വരച്ചു കഴിഞ്ഞാൽ അവസാനത്തെ കേസാണ് എവിടെയാണ്? ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ് ആണ് അല്ലെ? ഫോക്കസിനും ലെൻസിനും ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കും അല്ലെ? ഒപ്റ്റിക് സെന്റർ ആണിത്, അതേപോലെ 2F ആണിത്, ആൻഡ് ഇത് എഫ് ആണിത്, ആൻഡ് ഇതെന്ത് വരും? നമ്മുടെ 2F വരും, അതേപോലെ ഇത് എന്ത് വരും? നമ്മുടെ എഫും വരും. റെഡി അല്ലേ? ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാം. ഒബ്ജക്റ്റ് നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? ഒബ്ജക്റ്റ് നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? എഫിനും ലെൻസിനും ഇടയ്ക്കാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. റെഡി അല്ലേ? ഒന്നാമത്തെ റിഫ്രാക്ഷൻ, ആദ്യത്തെ അപവർത്തനം പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ? വരയ്ക്കുക. സോ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, ഇയാൾ എങ്ങോട്ട് പാസ് ചെയ്യും? നേരെ ഫോക്കസിലൂടെ പാസ് ചെയ്ത് ഇങ്ങനെ പാസ് ചെയ്ത് പോകും. റെഡി ആണല്ലോ? സോ അങ്ങനെ പാസ് ചെയ്ത് പോവാണ് ആള്. സോ നോക്കണം, ആളിതാ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ആളിതാ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. റെഡി അല്ലേ? ഈ രണ്ടാമത്തെ നിങ്ങൾ ഇതിലൂടെ വരയ്ക്കുക, നേരെ ഒപ്റ്റിക് സെന്ററിലൂടെ വരയ്ക്കുക. സോ നേരെ ഒപ്റ്റിക് സെന്ററിലൂടെ വരയ്ക്കുകയാണ് കേട്ടോ. സോ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നോക്കിയതാ ഈ രണ്ട് ലൈറ്റ് റേസും ഇപ്പൊ സമാന്തരമായിട്ടാണോ പോകുന്നത്? അല്ല അല്ലെ? രണ്ടാളും ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഇതാ ഇങ്ങനെ ഡൈവേർ ചെയ്ത് അകന്നകന്ന് പോവാണ് അല്ലെ? ഇങ്ങോട്ട് പോകുന്ന സമയത്ത് അകന്നകന്നാണ് പോകുന്നത്. സോ ഒരിക്കലും ഇവിടെ കൂട്ടിമുട്ടാനുള്ള യാതൊരു തരത്തിലുള്ള ചാൻസും ഇല്ല. പക്ഷെ ഈ രണ്ടാളെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒന്ന് പുറകിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ്. സോ ഇങ്ങനെ പുറകിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് നോക്കണം, ഇങ്ങനെ പുറകിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്? എക്സ്റ്റെൻഡ് ചെയ്യാണ്. സോ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്ന സമയത്ത് എവിടെയാണ് ഇവര് കൂട്ടിമുട്ടുക? ജസ്റ്റ് നമുക്ക് നോക്കാം അല്ലെ? സോ ഇങ്ങനെ പുറകിലേക്ക് കൂട്ടി പോകുന്ന സമയത്ത് ഏകദേശം ഇവര് ഇവിടെ കൂട്ടിമുട്ടുന്നു. അഡ്ജസ്റ്റ്മെന്റ് വേണ്ടിവരും. കാരണം നിങ്ങൾ പക്കാ മെഷർമെന്റ് എടുത്ത് അല്ല വരയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും അവിടെ എന്ത് വേണ്ടിവരും? നമുക്ക് തീർച്ചയായിട്ടും അവിടെ
യെസ് അഡ്ജസ്റ്റ്മെന്റ് ആവശ്യം വേണ്ടി വരും. സോ ഇവിടെ അത് കൂട്ടിമുട്ടി. ഓക്കെ, പോയിന്റ് കാണിച്ചു തരാം. ഇവിടെ അത് കൂട്ടിമുട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമ്മളുടെ ഒരു പ്രതിബിംബം വരയ്ക്കാം. ഓക്കെ, ഒരു പ്രതിബിംബം ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്. റെഡി ആണല്ലോ? സോ പ്രതിബിംബം ഞാൻ വരച്ചിട്ടുണ്ട്. റെഡി ആണെന്ന് വിശ്വസിക്കുന്നു. ഇത് എവിടെയാണ് നമ്മളുടെ വസ്തു ഉള്ള അതേ ഭാഗത്തല്ലേ? അപവർത്തനം സംഭവിച്ച ഭാഗത്തല്ല അല്ലെ? റിഫ്രാക്ഷൻ നടന്ന സൈഡിലല്ല. എവിടെയാണ്? അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. സോ നമുക്ക് ധൈര്യമായിട്ട് ഒന്നാമത്തെ പോയിന്റ് എന്ത് പറയാം, ഇത് വെർച്വൽ ആണ്, റിയൽ ഇമേജ് അല്ല, വെർച്വൽ ആണ്, അല്ലെങ്കിൽ മിഥ്യാപ്രതിബിംബമാണ് നമുക്ക് പറയാൻ സാധിക്കും. മിഥ്യാപ്രതിബിംബം. ഓക്കെ അല്ലെ? ആൻഡ് വെർച്വൽ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ഇറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നിവർന്നതായിരിക്കും. എങ്ങനെയാണോ ഒബ്ജക്റ്റ് ഉള്ളത് അതേപോലെ തന്നെ ആയിരിക്കും നമ്മുടെ ഇമേജ് ഉണ്ടാവുക. അങ്ങനെ ഇമേജ് കിട്ടിയാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാതെ എന്തായിരിക്കും? മിഥ്യയായിരിക്കും അല്ലെ? മിഥ്യാപ്രതിബിംബമായിരിക്കും, അല്ലെങ്കിൽ വെർച്വൽ ഇമേജ് ആയിരിക്കും. ആൻഡ് സൈസ് നോക്കി നിങ്ങൾ, ഇവിടെയും ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നത്, എൻലാർജ് ആയിട്ടുണ്ട് അല്ലെ? സോ എൻലാർജ്ഡ് ഇമേജ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ വളരെ വലിയ പ്രതിബിംബമാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. റെഡി ആണല്ലോ? സോ അതിന്റെ 3 പോയിന്റ്സ് നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. സോ ഈ ഒരു ഇമേജ് ഫോർമേഷൻ അല്ലെങ്കിൽ പ്രതിബിംബ രൂപീകരണം നമ്മളുടെ എക്സാമിന് നമുക്ക് ആവശ്യമുള്ളതാണ്. നിങ്ങളോട് വരയ്ക്കാൻ ചോദിക്കും, അതിന്റെ ഫീച്ചേഴ്സ് എഴുതാനും ചോദിക്കും, അല്ലെങ്കിൽ പ്രത്യേകതകൾ എഴുതാനും നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്. സോ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇതേപോലുള്ള ഒരുപാട് കോണ്ടന്റുമായി നമ്മൾ ഇനിയും കാണും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇനിയും കാണാം. സോ എല്ലാവർക്കും ബൈ.